ഡിസംബർ 11 ഇന്നാണ് ഞങ്ങളുടെ ആ സ്പെഷ്യൽ ഡേ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആണ്. ദാ ഈ യാത്ര അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനാണ്. റിയ ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് മേക്കപ്പും ഔട്ട്ഫിറ്റും ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് നേരെ ചർച്ചിലേക്ക് പോകാൻ. കൂടെ മമ്മിയും വത്സ ആൻറ്റിയും ഉണ്ട്. ആദ്യം റെഡിയാവാൻ ഞാനും മമ്മിയും വത്സ ആൻറ്റിയും ഇരുന്നു. ഫോട്ടോ വീഡിയോഗ്രാഫി ടീം വരുന്നുണ്ട്. അവർക്ക് കുറച്ച് ഷോട്ട്സ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നിലേഷ് ജി ഞങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഹെൽപ്പേഴ്സും ഉണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ഇതിനിടയിൽ ഞാനും ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പിനായിരുന്നു. വെഡിങ് ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഒരു 1-2 മണിക്കൂറിൽ ഞങ്ങൾ റെഡിയായി. ഫോട്ടോ വീഡിയോ സെഷനൊക്കെ കഴിഞ്ഞ് അവർ നേരെ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളും റെഡിയായി ഇറങ്ങുവാണ്. ദേവാൻഷി കൂട്ടിന് കൂടെയുണ്ട്. ഏട്ടൻ ഇവിടുന്ന് നേരെ റൂമിലേക്കും ഞങ്ങൾ ഫ്ലാറ്റിലേക്കുമാണ് പോകുന്നത്. അവിടുന്ന് എല്ലാവരും കൂട്ടി അങ്ങ് പള്ളിയിലേക്ക്. നിലേഷ് ജിയും ചേച്ചിമാർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. റൂമിലെത്തി കുറച്ച് മിനുക്കുപണികൾ കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയായി. അപ്പൻ്റെയും അമ്മയുടെയും വല്യപ്പൻ്റെയും അപ്പച്ചിയുടെയും മാമന്മാരുടെയും മറ്റ് എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി. ബന്ധുക്കളെല്ലാം ഇവിടുന്ന് ഒരുമിച്ച് പള്ളിയിലേക്കാണ്. ഞാനും അമ്മയും അമ്മുവും അപ്പനും കൂടി ഒരുമിച്ചായിരിക്കും പോകുന്നത്. വിനയ് താഴെ വന്നിട്ടുണ്ട് ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ. ഇനി നേരെ പള്ളിയിലേക്കാണ്. വീട്ടിലെത്തി പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരുടെ അനുഗ്രഹങ്ങളോടെ ഞങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങുകയായി. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ പള്ളിയിലേക്ക്. ഇച്ചുവും ഓൺ ദ വേ ആണ്. ഞങ്ങളുടെ ഒത്തുചേരലിനുള്ള നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇനി നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കല്യാണമാണ്. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കാത്തിരുന്ന ആ നിമിഷങ്ങൾ. ബറോഡയിലെ റോസറി ചർച്ചിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഫാദർ ജസുരാജും വേറെ 5 അച്ഛന്മാരുടെ മേൽനോട്ടത്തിൽ പ്രിയപ്പെട്ടവരുടെ എല്ലാം സാന്നിധ്യത്തോടെ കല്യാണം മനോഹരമായി കഴിഞ്ഞു. ഫോട്ടോ വീഡിയോ ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ ഞങ്ങൾക്ക് പോകേണ്ടത് റിസപ്ഷൻ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ്. പോകുന്ന വഴിയിൽ ഷൈൻ പള്ളിയിൽ കയറി തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര. 7-7:30 മണിയോടെ ഞങ്ങൾ പാർട്ടി പ്ലോട്ടിലെത്തി. ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായിരുന്നു അവിടെ. ബറോഡയിലെ ചെണ്ടമേളം ടീമിന്റെ വരവേൽപ്പോടെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി. ഞങ്ങളുടെ പേരൻസും കൂടെയുണ്ട്. ബന്ധുക്കളും സ്റ്റേജിന് മുന്നിലുണ്ട്. ഫാദർ വില്യമിന്റെ സാന്നിധ്യത്തിൽ കേക്ക് കട്ടിങ്ങോടെ ഫംഗ്ഷൻ ആരംഭിച്ചു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഓരോന്നായി സ്റ്റേജിലേക്ക് വന്ന് ഞങ്ങളെ ആശംസകൾ അറിയിച്ചു. പപ്പായുടെ ബറോഡയിലെ 30 വർഷത്തെ പരിചയക്കാരും സുഹൃത്തുക്കളും എല്ലാവരും വന്നിരുന്നു. പലരെയും കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെ അവസാന നാൾ. ഒത്തുചേരലിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു വിവാഹത്തോടെ 2 മനസ്സുകൾ മാത്രമല്ല 2 കുടുംബങ്ങൾ കൂടി ഒന്നാകുന്നതിന്റെ മനോഹര നിമിഷങ്ങൾ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും കുടുംബവും അങ്ങനെ വലുതാവുകയാണ്. തണുപ്പ് നിറഞ്ഞ സായാഹ്നത്തെ മനോഹരമാക്കാൻ സംഗീത സദസ്സും ഒരുക്കിയിരുന്നു. രുദ്രയും ഉർമിയുടെയും ടീമായിരുന്നു. എന്റെ കോളേജിലെ ഫ്രണ്ടാണ് രുദ്ര. വയലിനിൽ ഉർമിയും തബ്ലയിൽ രുദ്രയും കൂടി ഒരു മാജിക്കൽ മ്യൂസിക് ട്രീറ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് തന്നത്.
നേരം വൈകിയിരിക്കുന്നു. എല്ലാവരും ഫുഡും കഴിച്ച് സംഗീതത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഞങ്ങളും ഫുഡ് കഴിച്ചു. നല്ല ടയർഡായിരുന്നു. ഫോട്ടോഗ്രാഫി ടീം ഞങ്ങളെയും കാത്ത് പുറത്തു നിൽപ്പുണ്ട്. പിന്നെയും 1 മണിക്കൂർ എടുത്തു ഫോട്ടോഷൂട്ട്സും വീഡിയോസും ഒക്കെ കഴിയാൻ. പേരൻസും റിലേറ്റീവ്സും വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ കൂടെ വിനയഭയ്യയും രാഹുലും ഉണ്ട്. രാത്രി ഞങ്ങളുടെ സ്റ്റേ പുറത്താണ്. വിനയുടെ പ്ലാനിംഗ് ആണ് പുറത്തൊരു ഹോട്ടലിൽ. നേരെ അവിടെ എത്തി. ഞങ്ങളെ സ്വീകരിക്കുന്നതിന് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ റെഡിയാക്കിയിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് അല്പനേരം ചിലവഴിച്ച് വിനയും രാഹുലും യാത്രയായി. യാത്രകളും ആഘോഷങ്ങളുമായി നല്ല ടയേർഡായിരുന്നു ഞങ്ങൾ. നാളെ രാവിലെ പിക്കപ്പ് ചെയ്യാൻ വിനയഭയ്യ വരും. ഇപ്പൊ നേരം രാത്രി 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരുന്ന ആ കല്യാണ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസം തുടങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസത്തെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.